അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഫിഖ്ഹ് നമുക്ക് വായിക്കാം, എഴുതാം. ശേഷം വുളൂഅ് എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടു കൂടി മുഖം 3 തവണ കഴുകണം. അപ്പൊ നമ്മളെ വുളു എവിടെ എത്തി? മുഖം കഴുകുന്നിടത്തെത്തി അല്ലേ? ശേഷം വുളൂഅ് എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇപ്പൊ 2 നിയ്യത്ത് നമ്മൾ പഠിച്ചു. മുൻകൈ കഴുകുമ്പോൾ നമ്മൾ നിയ്യത്ത് പഠിച്ചത് എന്താണ്? വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നായിരുന്നു. ഇവിടെ എന്താ? മുഖം കഴുകുമ്പോഴുള്ള നിയ്യത്ത് എന്താണ്? വുളൂഅ് എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. എന്താണ് കരുതേണ്ടത്? നിയ്യത്ത് എവിടെ ഉണ്ടാവുക? കൽബില്, നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ അല്ലേ? എന്താ മനസ്സിൽ വിചാരിക്കേണ്ടത് മുഖം കഴുകുമ്പോ? വുളൂഅ് എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഒന്നുകൂടെ പറയാം. വുളൂഅ് എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇത് എഴുതി പഠിക്കണം നമ്മൾ കേട്ടോ. എന്ന നിയ്യത്തോടു കൂടി മുഖം എന്ന് എഴുതുമ്പോൾ ഇവിടെ ഹ ഉണ്ട്. കാഫ് കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഒരു ഹ ഉണ്ട്. മുഖം 3 തവണ 3 വട്ടം 3 പ്രാവശ്യം കഴുകണം. ഇനി താഴെ കൊടുത്ത പദങ്ങൾ നോട്ട് ബുക്കിൽ എഴുതാം. എന്തൊക്കെയാണ് താഴെ കൊടുത്ത പദങ്ങൾ? നോക്കൂ. കഴുകണം, കണ്ടോ? മുഖം, ശേഷം. ഈ വാക്കുകളൊക്കെ പ്രത്യേകം എഴുതി. കൈകണം എന്നല്ല, കഴുകണം. മുഖം കണ്ടോ? മുഖം ഹ കണ്ടോ? പിന്നെ ശേഷം കണ്ടോ? ഇതിന് 3 പുള്ളിയുള്ളൂ. ഇതിന് എത്ര പുള്ളിയുണ്ട്? ഈ ഷ മഷി എന്നുള്ള ഷ ആണ്. അപ്പം 4 പുള്ളിയുണ്ട്. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കഴുകണം, മുഖം, ശേഷം. ഈ വാക്കുകളൊക്കെ പ്രത്യേകം, ഈ പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. നോട്ട് ബുക്കിൽ എഴുതാം അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഇത് കേട്ടെഴുത്തിടും വേണം. കഴുകണം, മുഖം, ശേഷം. ഒരു വട്ടം എഴുതിയാൽ പോരാ. 3, 4, 5 വട്ടമൊക്കെ എഴുതി വെക്കണം. ചില കുട്ടികൾക്ക് 3 പ്രാവശ്യം എഴുതി വെച്ചാൽ തന്നെ അറിയും. ചില കുട്ടികൾക്ക് 5 പ്രാവശ്യം എഴുതേണ്ടി, എന്നാൽ ചില കുട്ടികൾ 10 പ്രാവശ്യം എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം എഴുതണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. 3 പ്രാവശ്യം എഴുതാം, 5 പ്രാവശ്യം എഴുതാം, 10 പ്രാവശ്യവും എഴുതാം. നിങ്ങൾക്ക് പഠിക്കുന്നത് വരെ, കാണാതെ ബുക്കിൽ നോക്കാതെ എഴുതാൻ കഴിയുന്നത് വരെ നിങ്ങൾ എഴുതുക. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദൽ ബിഹാറു ശരിക്ക് വിരൽ വെച്ച് തന്നെ ഓതി പഠിക്കണം. എന്നാലേ മനസ്സിലാവുള്ളൂ. മേപ്പെട്ട് നോക്കി ഓതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. സുജ്ജിറത്ത് ഓരോ അക്ഷരത്തിൻ്റെയും പുള്ളികളും ഷദ്ദും ഫത്ഹും കസും ലമ്മും സുക്കൂനൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. സുജ്ജിറത്ത് കൂട്ടിയോതാം. വഇദൽ ബിഹാറു സുജ്ജിറത്ത് കണ്ടോ? വഇദൽ ബിഹാറു സുജ്ജിറത്ത് വഇദൻ നുഫൂസു ഒന്നുകൂടെ. വഇദൻ നുഫൂസു സുവിജത്ത് വാവിന് ശബ്ദുണ്ട് അല്ലേ? സുവിജത്ത് കൂട്ടിയോതാം. വഇദൻ നുഫൂസു സുവിജത്ത് ഒന്നുകൂടെ. വഇദൻ നുഫൂസു സുവിജത്ത്. അടുത്ത ആയത്ത്. വഇദൽ മൗഊദതു സുഇലത്ത് കൂട്ടിയോതാം. വഇദൽ മൗഊദതു സുഇലത്ത്
وإذا الموءودة سئلت. അടുത്ത ആയത്ത് بأي ذنب قتلت. بأي ذنب. ذنب എന്ന് പറയരുത് ഇവിടെ കൂട്ടി ഓതുമ്പോൾ. بأي ذنب قتلت. قتلت قتلت കൂട്ടി ഓതുമ്പോൾ നോക്കൂ. بأي ذنب قتلت. ഇവിടെ ദൻ എന്നുള്ള ദം എന്ന് പറയണം. അതിന് മുകളിൽ ഒരു മീമിനെ കൊടുത്തിട്ടുള്ളത്. ദൻ എന്ന് പറയരുത്. പിന്നെ എന്താ പറയേണ്ടത്? ദം. കാരണം ഇവിടെ ബാ വന്നത് കൊണ്ടാണ് കേട്ടോ. അങ്ങനത്തെ നൂൻ്റെ ശേഷം ബാ വന്നാൽ ഇങ്ങനെ മീമായിട്ട് പറയണം. അത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇങ്ങനെ മീമുണ്ടാവും കേട്ടോ. بأي ذنب قتلت. അടുത്ത ആയത്ത് وإذا الصحف. وإذا الصحف نشرت. نشرت 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 കൂട്ടി ഓതാം. وإذا الصحف نشرت. وإذا الصحف نشرت. അടുത്ത ആയത്ത് وإذا السماء كشطت. كشطت. وإذا السماء. السماء ഇവിടെ മാ നീട്ടണം അല്ലേ? മദ്ദുണ്ട്. നമ്മൾ മുമ്പും ഈ വാക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ? എഴുതിയിട്ടുണ്ട്. സമാ എത്ര പ്രാവശ്യമുണ്ട് ഈ പാഠത്തിൽ? 2 പ്രാവശ്യമുണ്ട് അല്ലേ? ഇല്ല, 1 പ്രാവശ്യം. وإذا السماء كشطت. കൂട്ടി ഓതാം. وإذا السماء كشطت. ഒന്നുകൂടെ. وإذا السماء كشطت. ഇനി ഉസ്താദിന്റെ കൂടെ 1 പ്രാവശ്യം കൂടി ഓതാം അല്ലേ? നമ്മുടെ സൂറത്തിന്റെ പേരെന്താണ്? സൂറത്തു തക്വീർ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദിന്റെ കൂടെ ഓതിക്കോളൂ. ഉസ്താദിന്റെ കൂടെ എല്ലാവരും ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദൽ ബിഹാറു സുജ്ജിറത്. കൂടെ ഓതുന്നില്ലേ? എല്ലാവരും ഓതണം. ഒന്നുകൂടെ. വഇദൽ ബിഹാറു സുജ്ജിറത്. വഇദൻ നുഫൂസു സുവിജത്. വഇദൽ മൗഊദതു സുഇലത്. بأي ذنب قتلت. وإذا الصحف نشرت. وإذا السماء كشطت. صدق الله العلي العظيم. السلام عليكم ورحمة الله وبركاته.